വർഷമുള്ളവർക്കറിയാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ 2 റാങ്കുകൾ കിട്ടിയ വർഷമായിരുന്നു. കാലിക്കറ്റ് മുമ്പിലത്തെ വർഷത്തെ സ്വാതി കൃഷ്ണയ്ക്കും കഴിഞ്ഞ വർഷം റാങ്ക് കിട്ടിയ 5 മാസം മുമ്പേ അവരിപ്പോൾ ബാങ്ക് കോച്ചിങ്ങിലാണ്. 5 വർഷത്തിന് ശേഷം 0.5% മാർക്കിന് മാത്രം ഇന്റർവ്യൂവിൽ നിന്ന് ഔട്ടായി പോയതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവൾ. ആ റാങ്കിൽ എടുത്ത മാർക്കുള്ള ഒരു കുട്ടിയായിരുന്നു. അതേപോലെ തന്നെ അവരിങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയായിട്ടുള്ളൂ കഴിഞ്ഞിട്ട് ജസ്റ്റ് B.Ed സ്ട്രെയിറ്റ് ആക്കി വെക്കും രാവിലെ. പരിചയപ്പെടുന്നത് അത് നിങ്ങളിപ്പോ എങ്ങനെ ഫീസ് അടക്കുന്നത് നമുക്കറിയില്ല. നമ്മളൊക്കെ ചില അടക്കുകയാണ് നീണ്ട ക്യൂവായിരിക്കും. അതുപോലെ പ്രധാനമായിട്ട് ഒരു സമാധാനം എന്തെങ്കിലും നേഴ്സൊക്കെ ഉണ്ടാകുമൊക്കെ അത് അന്ന് മാത്രമല്ല വീടുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് നമ്മൾ എടുക്കുന്നതാണ്. ഞാനിപ്പം ഈ കുറിപ്പ് വായിച്ചപ്പോഴാണ് നമ്മൾ അറിയാത്ത കുറച്ച് പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു സന്തോഷം ഈ ചടങ്ങിൽ എനിക്ക് ഈ അവസരം കിട്ടിയതും രാവിലെ പഠനത്തിലും തുടർന്ന് എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷം. പൂർവ്വ വിദ്യാർത്ഥി KP പ്രമോദ് കുമാറിന്റെ നേടുന്ന ഗണിതശാസ്ത്ര വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു പുരസ്കാരം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരു അകാല വിയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ. അതായത് മടപ്പള്ളി കോളേജ് ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രൂപം കൈവരിച്ചിരിക്കുന്നത്. ആ പഠിക്കുന്ന ജനറൽ കൺവീനറായി പ്രവർത്തിച്ചിരുന്നതും അങ്ങനെ ഒരുപാട് മേഖലകളിൽ നല്ലൊരു വിട്ടുപോയിരിക്കുന്നത്. 2020 അദ്ദേഹത്തിന്റെ അകാല വിയോഗം സംഭവിച്ചത്. അന്നും വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ആ സമയത്ത് 2020 മികച്ച സ്കോർ നേടിയത് അതൊരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് റാങ്ക് ഹോൾഡർ കൂടിയായിരുന്ന ജ്യോതിഷനായി മുമ്പേ ജ്യോതിഷനെ വിളിച്ചിരുന്നു. അവൻ അടുത്ത മാസം അവന്റെ PhD thesis സബ്മിറ്റ് ചെയ്ത് ബാക്ടീരിയയിൽ PhD സബ്മിറ്റ് ചെയ്യാനിരിക്കുകയാണ്. അടുത്ത മാസമാണ് അവന്റെ സബ്മിഷൻ എന്ന്. അത് കഴിഞ്ഞ് 2022 ഈ അവാർഡ് നേടിയത് സാന്ദ്രയായിരുന്നു.